അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയാലും പരാതിയില്ല. മാറ്റിയാൽ എന്താണ് കുഴപ്പമെന്ന് കെ സുധാകരൻ. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കുന്നത് ഹൈക്കമാൻഡിന്റെ തീരുമാനമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ഹൈക്കമാൻഡിന്റെ എന്ത് തീരുമാനവും അനുസരിക്കും. മാറ്റിയാൽ എന്താണ് കുഴപ്പം? ഹൈക്കമാൻഡിനെ മാറ്റണം എന്നാണെങ്കിൽ സ്വീകരിക്കാൻ താൻ തയ്യാറാണ്. തനിക്കൊരു പരാതിയുമില്ലെന്നും താൻ തൃപ്തനാണെന്നും കെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. താൻ തൃപ്തനായ മനസ്സിന്റെ ഉടമയാണ്. റിപ്പോർട്ടിനെ പറ്റി കനുകോലുവിനോട് തന്നെ ചോദിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ കോൺഗ്രസിൽ പുനഃസംഘടന ഉണ്ടായേക്കുമെന്നും KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുധാകരനെ നീക്കിയേക്കും എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ എന്നിവരുടെ പേരുകൾ പരിഗണനയിലുണ്ടെന്നാണ് വിവരം. അടുത്ത മാസമായിരിക്കും ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാവുകയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. കേരളത്തിലെ സംഘടനയിൽ സമൂല മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ടാസ്ക് ഫോഴ്സ് അംഗം സുനിൽ കനുകോലു സമർപ്പിച്ചു. കെ സുധാകരനെ ബോധ്യപ്പെടുത്തി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ പൊരുത്തമില്ലായ്മ സംഘടനയ്ക്ക് ദോഷം ചെയ്യുമെന്നും റിപ്പോർട്ടിൽ കനുകോലു ചൂണ്ടിക്കാട്ടിയിരുന്നു. പിന്നാലെയാണ് പ്രതികരണവുമായി കെ സുധാകരനും എത്തിയത്. തന്നോട് മാറണമെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നും മാറണമെന്ന് പറഞ്ഞാൽ താൻ മാറുമെന്നുമാണ് കെ സുധാകരൻ പറയുന്നത്. അതേസമയം തന്നെ കെ സുധാകരന് പകരം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെ നിയോഗിക്കുമെന്ന് ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ സജീവമാണെന്നാണ് റിപ്പോർട്ട്. അടൂർ പ്രകാശ്, സണ്ണി ജോസഫ്, ബെന്നി ബെഹനാൻ എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ ആന്റണി, റോജി എം ജോൺ എന്നിവരുടെ പേരുകളും ഉയർന്നു കേട്ടിരുന്നു. 2 ആഴ്ച മുമ്പ് അടൂർ പ്രകാശ് ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനത്തെ നേതൃമാറ്റം സംബന്ധിച്ച ചർച്ചയാണ് നടന്നതെന്നാണ് സൂചന. മുതിർന്ന നേതാവ് കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരും ചർച്ചയിലുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.